നബിയുടെ ശുദ്ധീകരണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാ. നിങ്ങൾ ചിന്തിക്ക്. വ്യഭിചാരവും മദ്യപാനവും ജീവിതമായിരുന്ന ഒരു ജനത. വ്യഭിചാരം അവരുടെ ജീവിതമായിരുന്നു. അങ്ങനത്തെ ഒരു ജനത. ആ ജനതയാണ് പിന്നീട് അഭിശപ്തമായ ഒരു സാഹചര്യത്തിൽ തന്റെ ദേഹവും ദേഹിയും മലീമസമായപ്പോൾ ശിക്ഷക്ക് സ്വയം മരിച്ചു പോകുന്നത്. ഇങ്ങനെ ഒരു ചരിത്രം ലോകത്തില്ല. ഇല്ലാ അസ്ഹാബ് മുഹമ്മദിൻ. നിങ്ങൾ കണ്ടില്ലേ സഹോദര്യത്തിന്റെയും ശുദ്ധിയുടെയും ഉടാത്ത മാതൃക? നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾക്ക് ഞാനൊരു ബാപ്പയെയും മകനെയും കാണിക്കാം. ബാപ്പ മുഹമ്മദ് നബിക്ക് വഴിപ്പെട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മകൻ മുഹമ്മദ് നബിക്ക് വഴിപ്പെട്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ ബാപ്പ? അബൂജഹൽ. ആരാ മകൻ? ഇക്രിമ റളിയല്ലാഹു അൻഹു. മനസ്സിലായില്ലേ? അച്ഛനാരാ? അബൂജഹൽ. അവനാരാ? അന്യനെ ചൂഷണം ചെയ്ത്, അന്യന്റെ കൊള്ള ചെയ്തും അന്യനെ ചൂഷണം ചെയ്തും അന്യനെ വെട്ടിപ്പ് നടത്തിയും യതീമിന്റെ ധനം അപഹരിച്ചും തിന്ന് കുടിച്ച് മതിച്ച് ചീർത്തവനാണ് അബൂജഹൽ. അതാ ഖുർആനിൽ യതീമക്കള് മുതൽ തിന്നുന്നതിനെ ആക്ഷേപിച്ച് പറഞ്ഞില്ലേ ഏകദേശം ആയത്തുകൾ അബൂജഹലിനെ പറ്റിയാ. കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം വലാ തഹാല്ലൂന അലാ തുആമിൽ മിസ്കീൻ വതഅകുലൂന തുറാസ അക്ലൻ ലമ്മാ വതുഹിബ്ബൂനൽ മാല ഹബ്ബൻ ജമ്മാ. ചിന്തിക്കണം. നോക്കൂ. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മസ് സായില ഫലാ തൻഹർ. ഏകദേശ ആയത്തുകളെല്ലാം യതീമിന്റെ മുതലെത്തുന്നവരെ പറ്റി പറഞ്ഞ ആയത്തുകളൊക്കെ അബൂജഹലിനെ പറ്റിയ ലഅനത്തുല്ലാഹി അലൈഹി. അവന് കുറച്ച് ആളുകളുണ്ടായിരുന്നു. മക്ക അങ്ങാടിയിൽ അന്യരെ തിന്നും കുടിച്ചും ചൂഷണം ചെയ്തും യതീമിന്റെയും അനാഥരുടെയും പാവപ്പെട്ട ആഗതികളുടെയും ധനം അപഹരിച്ചും അവരെ ചൂഷണം ചെയ്തും തടിച്ച് ചീർത്തവനാണ് അബൂജഹൽ. അങ്ങനെയാ. നിങ്ങൾ ചിന്തിക്ക്. ഇനി നേരെ മകനെ പറയാം. എന്തുകൊണ്ട് അബൂജഹൽ മുഹമ്മദ് നബിയുടെ അനുയായി അല്ല, മുഹമ്മദ് നബിയുടെ എതിരാളിയായിരുന്നു. ഇനി നേരെ മകനെ പറയാം. ആരുടെ അനുയായി? മുഹമ്മദ് നബിയുടെ അനുയായി അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിൽ വെട്ടുകിട്ടിയിട്ട് വീണു. ഇക്രിമ റളിയല്ലാഹു അൻഹു മരിക്കാൻ പോവാ. പെട്ടെന്ന് പറഞ്ഞു അൽമാ വെള്ളം കൊണ്ടുവരൂ. ആരോ ഓടിയിട്ട് ഒരു മഗ്ഗിലൽപ്പം പാത്രത്തിൽ വെള്ളമെടുത്തിട്ട് ഓടിച്ചെന്നു. ഇക്രിമക്ക് ഒഴിച്ചു കൊടുക്കാൻ ഒരുങ്ങി. ഇക്രിമ മരിക്കാൻ ഒരുങ്ങുകയാണ്. ഇക്രിമക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി ഒരുങ്ങി. ഇതാ മരണത്തിന്റെ അവസാന സമയമാണ്. വെള്ളം ചെറിയ ഒരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്ത് ഒരാൾ ഓടിച്ചെന്ന് ഇക്രിമക്ക് വെള്ളം കൊടുക്കുക റളിയല്ലാഹു അൻഹു. നോക്കൂ. തൊട്ടടുത്ത് വേറൊരാള്, അതേ നേരത്ത് വേറൊരാൾ തൊട്ടടുത്ത് നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, വെള്ളം കിട്ടിയവരെ വെള്ളം, എനിക്കൊരൽപ്പം വെള്ളം തരൂ എന്നിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. നോക്കൂ. ഇക്രിമ റളിയല്ലാഹു അൻഹു ഉറക്കെ പറയാ. ഇക്രിമ നിങ്ങൾ ആരെ മകൻ? നിങ്ങൾ ചിന്തിക്ക്. തിന്നും അന്യനെ ചൂഷണം ചെയ്തും അന്യന്റെ ധനം അപഹരിച്ചും തിന്നും കുടിച്ചും രമിച്ചും തീർത്ത ഒരു മനുഷ്യന്റെ മകൻ മുഹമ്മദ് നബിയുടെ അനുയായിയായപ്പോൾ അതാ മരിക്കാൻ നേരത്തെ ഒരാള് യുദ്ധക്കളത്തിലാണ്. മരിക്കാൻ നേരത്തെ ഒരാള് ധർമ്മയുദ്ധത്തിന് വേണ്ടി ജീവാർപ്പണം നടത്തുന്ന നേരത്ത് ഒരു മനുഷ്യൻ ഇതാ ഇക്രിമ മരിക്കാനൊരുങ്ങുന്ന നേരം അൽമാ വെള്ളം കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഒരു സഹായി ഓടി വെള്ളം തന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന നേരം അപ്പുറത്ത് മറ്റൊരാൾ അൽമാ വെള്ളം എന്ന് പറയുന്നുണ്ട്. ഈ വെള്ളപാത്രത്തിലേക്ക് ഇക്രിമ ഒന്ന് നോക്കി. താൻ കുടിച്ചാൽ തനിക്ക് പോലും കുടിക്കാൻ തികയൂല. താൻ കുടിച്ചാൽ മറ്റാൾക്ക് പാവം
അയാൾക്ക് കൊടുക്കാതെ ഞാൻ കുടിച്ചാൽ അതെന്റെ ജീവനോടും ആത്മാവിനോടും ഞാൻ ചെയ്യുന്ന എൻ്റെ അവസാനത്തെ ജീവജലം. ആ മനുഷ്യന് കൊടുക്കാതെ ഞാൻ കുടിച്ചാൽ അതെന്റെ ജീവനോടും എൻ്റെ ആത്മാവിനോടും എൻ്റെ ധർമ്മത്തോടും ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാകുമെന്ന് മനസ്സിലാക്കിയിട്ട് ഈ മനുഷ്യൻ കൊണ്ടുവന്ന പാത്രത്തെ മെല്ലെ ഒന്ന് തടഞ്ഞിട്ട് അടുത്ത ആൾക്ക് എന്ന് ആംഗ്യം കാണിച്ചു കൊടുത്തു. സ്വലാത്തുള്ള സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ അലാ യാസീൻ ഹബീബില്ലാ സ്വലാത്തുല്ലാ. നിങ്ങൾ ചിന്തിക്കണില്ലേ? ഇത് ചിന്തിക്കണില്ലേ? നിങ്ങൾ ചിന്തിക്കണില്ലേ? സമുദ്രത്തിലെ ബഹറിലെ വെള്ളം മുഴുവനും കുടിച്ചു തീർക്കാൻ ദാഹം തോന്നുന്ന നേരമല്ലേ മരണത്തിന്റെ നേരം? എന്തൊരു ദാഹായിരിക്കും ആ നേരത്തൊരു മനുഷ്യൻ തന്റെ ചുണ്ടിലേക്ക് ഒഴിക്കാൻ കൊണ്ടുവന്ന ആ വെള്ളത്തെ അതാ തൊട്ടടുത്ത ആൾക്ക് വേണ്ടി ദാനം ചെയ്യുന്നു, തന്റെ ധർമ്മത്തിന് വേണ്ടി. ഈ മനുഷ്യന്റെ പിതാവാണ് അബൂജഹൽ. നാട്ടിലെ മുതൽ മുഴുവനും തിന്നും കുടിച്ചും രമിച്ചും സുഖിച്ചും തീർത്തവനാണ് അബൂജഹൽ. നിങ്ങൾ ചിന്തിക്കുക. എന്റെ അതാണ് ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ്. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹു ബോധം നൽകട്ടെ. നിങ്ങൾ നോക്കൂ, അതാണ് മുഹമ്മദ് നബി. ഫഖൻ നബിയിന ഫീ ഖൽഖിൻ വഫീ ഖുലൂഖി ولم يدانه فيه علم ولا كرم مولاي صل وسلم നിങ്ങൾ ചിന്തിക്കണില്ലേ? ഈസ നബി ഉലുൽ അസ്മിൽ ഒരു നബി മാത്രമേ യുദ്ധത്തിന് പോയിട്ടുള്ളൂ. 5 നബിമാരാ ഉലുൽ അസ്മ്. ഇങ്ങോട്ട് പറയും, നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ, മുഹമ്മദ് നബി അല്ലാതെ മറ്റ് 4 നബിമാരെ കൂട്ടത്തിൽ ഒരു നബി യുദ്ധത്തിന് പോയിട്ടുള്ളൂ. ആരാ? അങ്ങോട്ട് പറയേ, ആരാ? ഒറ്റ നബി മാത്രമേ ഈ 4 നബിമാരെ കൂട്ടത്തിൽ യുദ്ധത്തിന് പോയിട്ടുള്ളൂ. ആരാ? മൂസ. ഇബ്രാഹിം യുദ്ധത്തിന് പോയിട്ടില്ല, നോഹ് യുദ്ധത്തിന് പോയിട്ടില്ല, ഈസ പോയിട്ടില്ല. ആരേ ഉള്ളൂ? മൂസ. പോകാൻ ഒരുങ്ങിയപ്പോൾ, യുദ്ധത്തിന് ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ എന്റെ ജനങ്ങൾ പറഞ്ഞത്, യുദ്ധത്തിന് കൊണ്ടുപോയ ജനങ്ങൾ പറഞ്ഞു, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാൻ. മൂസ, ഇദ്ഹബ് അൻത വറബ്ബുക, നീയും നിന്റെ പടച്ചവനും വേണമെങ്കിൽ പോയി യുദ്ധം ചെയ്തോ, ഞങ്ങളെ യുദ്ധത്തിന് കിട്ടൂല. ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങൾ യുദ്ധത്തിനില്ല എന്ന് ധർമ്മസമരത്തിന് നിരാകരിച്ചു മൂസ നബിയുടെ അനുയായികൾ. ചിന്തിക്കണം, നിങ്ങൾ ചിന്തിക്കുക. മുഹമ്മദ് നബിയോ യുദ്ധത്തിന് പോയപ്പോൾ, യുദ്ധത്തിന് ആളെ കൊണ്ടുപോയപ്പോൾ ചെറുപ്പക്കാർ കാലിന്റെ തള്ളവിരയിൽ എണീറ്റ് നിന്നു. യുദ്ധത്തിലേക്ക് ഇങ്ങനെ ആളുകളെ തെരഞ്ഞെടുക്കുക. കൂട്ടത്തിൽ ചെറുപ്പക്കാർ വന്നിട്ട് തള്ളവിരലിൽ എണീറ്റുന്നു. എന്തുകൊണ്ട്? ഞങ്ങൾ സ്വയം കാലിൽ സാധാരണ രൂപത്തിൽ നിന്നാൽ ഞങ്ങൾ വലിപ്പല്ല എന്ന് കരുതി ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് ഒഴിവാക്കുമോ? ചിന്തിക്കും. അൽ ബഖറയിലെ ആയത്ത്, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാൻ. മുഹമ്മദ്, മൂസ അലൈഹിസ്സലാം, മൂസ യുദ്ധത്തിന് പോയിക്കോ, നീയും നിന്റെ അങ്ങോട്ട് പറഞ്ഞേക്ക്, നീയും നിന്റെ പഠിച്ചവനും പോയിക്കോ, ഞങ്ങളെ വേണമെങ്കിൽ നിസ്കരിക്കാം, നോമ്പ് വിൽക്കാം, അല്ലാതെ എന്തിനാവില്ല? യുദ്ധത്തിനാവില്ല. ചിന്തിക്കും. സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. ഇത് ചിന്തിക്കുക. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ചിന്തിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ യുദ്ധത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുമ്പോൾ ചെറുപ്പക്കാരിങ്ങനെ തള്ളവിരൽ എണീറ്റ് വരിക. എന്തിന്? ഞങ്ങൾ സ്വയം സാധാരണ പോലെ ചെന്നാൽ ഞങ്ങൾക്ക് വലിപ്പമല്ലല്ലോ. മനസ്സിലായി നിങ്ങൾക്ക്? ആൾക്കൂട്ടത്തെ ഒന്നിച്ച് കൊണ്ടുപോകുമ്പോൾ, ഇങ്ങനെ ആളുകളെ തെരഞ്ഞെടുത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ 2 ആൾ തള്ളവിരലിൽ നടന്നു. കാരണം ഞങ്ങൾക്ക് വലിപ്പം കൂടുതലുണ്ട് എന്നറിയാൻ. നിങ്ങൾ ചിന്തിക്കും.
ഒരു ഗ്രാമീണൻ ഒരിക്കൽ, സാധാരണക്കാരനായ ഒരു ഗ്രാമീണൻ ഒരിക്കൽ പുണ്യ നബിയോട് പറഞ്ഞു, നബിയെ, യുദ്ധത്തിന് പോകുമ്പോൾ എന്നെയും കൂട്ടണേ. ഖൈബർ യുദ്ധം ഉണ്ടായപ്പോൾ നബിയുടെ അടുത്ത് വന്നു, നബി എന്നെ കൂട്ടേ, യുദ്ധത്തിന് പോവല്ലേ, എന്നെ കൂട്ടണേ. അയാൾ നബി കൂട്ടാൻ താല്പര്യമില്ല, കാരണം അയാൾക്ക് യുദ്ധപാഠവും ഒന്നും അറിയില്ല, വെറുതെ എന്തിനാ കുഴപ്പം.